ശ്രീ ടി ജെ വിനോദ് എം എൽ എ ചെയ്യുന്നു. ശ്രീ ടി ജെ വിനോദ് എം എൽ എ, ഇത് ഇവിടെ സ്പോൺസറോട് നമുക്ക് ചോദ്യങ്ങളില്ല. അത് കാരണം എന്താണ്? സ്പോൺസർ ഒരു സ്വകാര്യ വ്യക്തിയാണ്, അദ്ദേഹം ബിസിനസ്സുകാരനാണ്, ബിസിനസ്സിൻ്റെ ലാഭം അതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന് മാത്രം തലവേദനയാണ്. കച്ചവടം ഉണ്ടാക്കൽ, അതിലെ വരുമാനം, ലാഭം പോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ കാര്യം. പക്ഷെ മന്ത്രിയോട് നമുക്ക് ചോദ്യങ്ങളുണ്ട്. ഇത്രമാത്രം അതിദുരൂഹമായ ഇടപാട് നടന്നിട്ട്, ഇത്രമാത്രം ഒരു കരാറുമില്ലാതെ, ഒരുപക്ഷെ കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ ഉണ്ടാവാത്ത വണ്ണമുള്ള അതിദുരൂഹമായ ഇടപാടുകൾ നടന്നിട്ട് മന്ത്രിയോട് ചോദ്യം ചോദിക്കുമ്പോൾ മന്ത്രിക്ക് മറുപടി അത് പോവാതിരിക്കാനുള്ള പ്രിവിലേജ് ഉണ്ടോ ശ്രീ ടി ജെ വിനോദ്? ഒരിക്കലും ഇല്ല. കാരണം ജനങ്ങളോട് ബാധ്യതയുള്ള വ്യക്തിയാണ് ഗവൺമെന്റും മന്ത്രിയും. സ്വാഭാവികമായും ഒരു സ്പോൺസർ വന്ന് സ്പോൺസർ ചെയ്യാമെന്ന് പറയുമ്പോൾ ഒരു ധാരണാപത്രവും ഇല്ലാതെ, ഒരു MOU പോലും ഉണ്ടാക്കാതെ അവരെ അത് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും നമ്മുടെ നിയമ വിധേയമല്ല. അത് ദുരൂഹതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വല്ലാത്ത മോശമായ ചർച്ചകളാണ് ഇന്ന് നഗരത്തിൽ നടക്കുന്നത്. നമുക്കറിയാം, GCDAയുടെ അധീനതയിലുള്ള ഒരു സ്ഥാപനമാണ് ജവഹർലാൽ നെഹ്റു അന്തർദേശീയ സ്റ്റേഡിയം. അവിടെ ഒരു ഇല അനങ്ങണമെങ്കിൽ GCDA അവരുമായി എഗ്രിമെന്റ് വെപ്പിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചിട്ടാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം GCDA ജനറൽ കൗൺസിൽ ഉണ്ടായി. ഞങ്ങൾ ചോദിച്ചു, ഞാനും ശ്രീ ഉമാ തോമസും ചോദിച്ചു, എന്ത് എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ സ്റ്റേഡിയം സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ സ്പോൺസർ ചെയ്യാൻ നിങ്ങളെ ഏൽപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ അതിന് ഒരു ഡ്രാഫ്റ്റ് ഞങ്ങൾ തയ്യാറാക്കി ഗവൺമെന്റിൽ സബ്മിറ്റ് ചെയ്തതല്ലാതെ അത് ഗവൺമെന്റിൽ നിന്ന് ഞങ്ങൾക്ക് അത് വെറ്റിയത് കിട്ടിയിട്ടില്ല എന്നാണ് GCDA സെക്രട്ടറി ജനറൽ കൗൺസിൽ പറഞ്ഞത്. അപ്പോൾ ഒരു എഗ്രിമെന്റും ഇല്ലാതെ GCDAയുടെ ഒരു പ്രോപ്പർട്ടി ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കുന്ന അത് ഗവൺമെന്റ് തലത്തിൽ ആലോചിച്ച് നടത്തിയതായാലും മുഖ്യമന്ത്രി തലത്തിൽ ആലോചിച്ച് നടത്തിയതായാലും അതിനെ സംബന്ധിച്ച് ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസവും ഉയർന്നു വന്നുകൊണ്ട്. അല്ലേ ഇവിടെ അതിനകത്ത് കടന്നവർക്കെതിരെ FIR കിട്ടു, മാരകമായ ഗുരുതരമായ കുറ്റമാണ് എന്നൊക്കെയുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റർ കാണുന്നുണ്ട്. ശരി, അത് മാരകമായ കുറ്റമാണെങ്കിൽ ഈ ജീവപര്യന്തം തടവിനൊക്കെ ശിക്ഷിക്കട്ടെ അകത്ത് കയറിയവരെ. പക്ഷെ ആ കാണിക്കുന്ന ഹേസ്റ്റിന്റെ ഒരു 100 കാര്യം സർക്കാരും മന്ത്രിയും പറയണ്ടേ ഈ ദുരൂഹത നീക്കാൻ? അല്ല, ഇത് അതിൻ്റെ അകത്തൊരു ചെറിയ കാര്യമുള്ളത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം, അവിടെ അർജന്റീനൻ ടീം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വന്ന് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുകയെന്ന് നമ്മളെല്ലാം ആഗ്രഹിച്ച കാര്യമാണ്. അതുകൊണ്ട് അവിടെ നടന്നത് എന്താണെന്ന് പോലും ഞങ്ങൾ അന്വേഷിക്കാൻ പോയിട്ടില്ല. പക്ഷെ അർജന്റീനൻ ടീം വരുന്നില്ല എന്ന് വന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായും അവിടെ നടക്കുന്നത് എന്താണ് എന്ന് അതിന്റെ അകത്ത് കയറി മനസ്സിലാക്കാനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം ജനപ്രതിനിധികളെ ഞങ്ങൾക്കുണ്ട്. ആ ഉത്തരവാദിത്തം ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ള അവിടെ GCDAയുടെ ഒരു ജംഗമ വസ്തുക്കൾക്കും ഒരു ഉത്തരവ് നിറവേറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലോ. എന്തായാലും അതിന്റെ നിയമവഴി അതിന്റെ മുറയ്ക്ക് തന്നെ പോട്ടെ. ഈ പറയുന്ന പോലെ മാര കുറ്റമാണെങ്കിൽ ജീവപര്യന്തോ എന്തെങ്കിലും ശിക്ഷ MLA അടക്കമുള്ള കൊടുക്കുകയും ചെയ്യട്ടെ. പക്ഷെ അതിൽ കാണിക്കുന്ന ആ ധൃതിയുടെ പകുതിയെങ്കിലും ഇതിൽ വ്യക്തത വരുത്താൻ കാണിക്കണം. നോക്കൂ, കരാറില്ലെന്നാണ് പറയുന്നത്. ഇപ്പൊ സർക്കാർ നേർക്കുന്ന ഇടപെടുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ മന്ത്രി ആദ്യം പറഞ്ഞ സർക്കാർ നടപ്പാക്കുന്നു എന്നാണ് പറഞ്ഞത്, പിന്നെയാണ് സ്പോൺസറിലേക്ക് പോയത്. സർക്കാർ നടപ്പാക്കുന്ന ഒരു കാര്യത്തിന്റെ കരാർ വളരെ വേഗത്തിൽ സാധ്യമാക്കാനൊക്കെ പറ്റും. ഈ പറഞ്ഞ ചുവപ്പ് നാടയിൽ പെട്ടുപോകാതെ വളരെ വേഗത്തിൽ സാധ്യമാകാൻ സർക്കാർ വിചാരിച്ചാൽ പറ്റും. അങ്ങനെ പറ്റുമെന്നിരിക്കെ കരാറിന്റെ പൂർണ്ണാവസ്ഥയിലേക്ക് ഒന്ന് ഒപ്പിടുന്നതിന് മുമ്പ് സ്പോൺസർക്ക് ഈ സ്റ്റേഡിയം തുറന്നു കൊടുക്കപ്പെട്ടുവെങ്കിൽ കുറെ അധികം ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. എന്തോ വലിയ സ്കാമിനുള്ള ഒരുക്കമായിരുന്നോ എന്നടക്കം സംശയങ്ങൾ കേരളത്തിലുണ്ട്. മറുപടി വേണം. അതിന് മന്ത്രി ഇങ്ങനെ ഒളിച്ചോടിയാൽ നടക്കില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.